അലക്കി തേച്ച് വെളുത്ത വസ്ത്രം ധരിച്ച് നടന്നു പോകുന്ന ഈ വ്യക്തി ചില്ലറക്കാരനല്ല. സംസ്ഥാന വ്യാപകമായി നടന്ന വിവിധ കവർച്ചാ കേസുകളിൽ പോലീസ് മാസങ്ങളായി തിരയുന്ന മോഷ്ടാവാണ് ഈ വിരുദ്ധൻ. ഒരു മാസം മുൻപ് ഇയാൾ മലപ്പുറം പെരിന്തൽമണ്ണ KSRTC ബസ് സ്റ്റാൻഡിലെ മോഷണത്തിനു ശേഷം നടന്നു പോകുന്ന ദൃശ്യങ്ങളാണിത്. പെരിന്തൽമണ്ണയിൽ നിന്നും തൃശൂരിലെത്തിയ മോഷ്ടാവ് വന്ന് പത്തനംതിട്ട ബസ്സിലാണ് കയറിയത്. അതുവരെയുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പിന്നീട് യാതൊരു വിവരവുമില്ല. ഇരുനിറത്തിൽ മെലിഞ്ഞ ശരീരമുള്ള വ്യക്തിയാണ്. നീളൻ ചുവടുകളോടെ നടക്കുന്ന ഇയാൾ ചെയിൻ സ്മോക്കർ കൂടിയാണ്. പെരിന്തൽമണ്ണയിൽ മാത്രം 5ഓളം വീടുകളിൽ ഇയാൾ മോഷണം നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഒരു മോഷ്ടാവ് അദ്ദേഹം പെരുന്തൽമണ്ണ സ്റ്റേഷന്റെ പല ഭാഗങ്ങളിലായിട്ട് മോഷണം നടത്തി. ഇവിടുന്ന് അദ്ദേഹം പോയതായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി. അത് പ്രകാരം പല പോലീസ് ഗ്രൂപ്പുകളിലേക്കും പല ജില്ലകളിലേക്കൊക്കെ ഞങ്ങൾ അയച്ചു കൊടുത്തിട്ട് ഐഡന്റിഫിക്കൻ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സങ്കടത്തിലാണ്. നിങ്ങളുടെ പങ്കാളിത്തം ഞങ്ങൾ ചോദിക്കുകയാണ്. ഇത് ആജ്ഞയൊന്നല്ല, ഒരു അപേക്ഷയാണ്. നിങ്ങൾ ഒരുപാട്, നമുക്കറിയാം സമൂഹത്തിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ പോലീസിന് പിടിക്കാൻ സഹായിക്കുന്നത് ജനപങ്കാളിത്തമാണ്. അപ്പം അതിനെല്ലാം മാനിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും തന്നെയാണ് വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ രൂപം ഈ വീഡിയോയിലുണ്ട്. അരക്കി ഷർട്ട ധരിച്ചിരിക്കുന്ന വെളുത്ത്, അതേപോലെ മുണ്ടാണ് കൊടുത്തിരിക്കുന്നത്. കാലിലെ മടമ്പുകൾ മറയുന്ന രീതിയിലുള്ള ബ്ലാക്ക് ചെരുപ്പാണ് ചപ്പല ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നന്നായിട്ട് ചെയിൻ സ്മോക്കറാണ്, പുകവലിക്കുന്ന ആളാണ്. പെരിന്തൽമണ്ണ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് മോഷണം നടത്തി. KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് KSRTC ബസ്സിൽ കയറി പുലർച്ചെ തൃശൂർ എത്തിയത് വരെയുള്ള CCTV ദൃശ്യമുണ്ട്. അവിടുന്ന് പിന്നെ പത്തനംതിട്ട അടൂർ ഭാഗത്തേക്കുള്ള KSRTC ബസ്സിലാണ് അദ്ദേഹം കയറി പോയിരിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് പിന്നുള്ള CCTV ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തെ അറിയുമെങ്കിൽ രൂപം, ശരീരചലനങ്ങൾ, നിങ്ങളുടെ നാട്ടിൽ, വീട്ടിൽ, സ്വന്തത്തിൽ, ബന്ധത്തിൽ എവിടെയെങ്കിലും മനുഷ്യൻ ആണല്ലോ എന്ന് കരുതി കഴിഞ്ഞാൽ ദയവേത് ഒന്ന് താഴെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ നമ്പറിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്പെക്ടർ നമ്പറിലോ ഒന്ന് വിളിച്ച് അറിയിച്ചാൽ വലിയ ഉപകാരമായി. ചെറിയ വീടുകൾ കേന്ദ്രീകരിച്ചാണ് മോഷണം. ഇയാൾ സമാനമായി കേരളത്തിലെ വിവിധയിടങ്ങളിൽ മോഷണം നടത്തിയതായാണ് വിവരം. ഇതുവരെ മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതുകൊണ്ട് ഇയാളെ ട്രേസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. മോഷ്ടാവിനെ തിരിച്ചറിയുന്നവർ പെരിന്തൽമണ്ണ പോലീസിനെ വിവരമറിയിക്കണമെന്ന് പോലീസ് വ്യക്തമാക്കി. റിപ്പോർട്ടർ, മലപ്പുറം.